ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ഇത്രമാത്രം അപകടത്തിലാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എങ്ങനെ എന്നെക്കൊണ്ട് ഇത് സാധിച്ചത്? താഴെയുള്ള ആളിങ്ങനെ പറയും, പിടിക്കിട്ടോ പിടിക്കിട്ടോ, സൂക്ഷിക്കിട്ടോ. എല്ലാവർക്കും നമസ്കാരം. നിധി തേടിക്കൊണ്ടുള്ള സാന്റിയാഗോയുടെ യാത്രയിൽ മരുപ്പച്ചയിലെത്തിപ്പെടുകയും രസകരവും സന്തോഷമുണ്ടാക്കുന്നതും അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്നാണ് വലിയൊരു അപകടം വരുന്നു എന്ന സൂചന ലഭിക്കുകയും അത് അവിടുത്തെ മരുപ്പച്ചയുടെ തലവന്മാരെ അറിയിക്കാൻ പോവുകയും ചെയ്തത്. അങ്ങനെ പോയ സമയത്തെ സാന്റിയാഗോ തോന്നി ഇത് വേണ്ടിയിരുന്നില്ല. കാരണം അത്രയും സമയം സാന്റിയാഗോ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീടുണ്ടായ അവരുടെ സംസാരമൊക്കെ ഇത് പറയേണ്ടിയിരുന്നില്ല എന്ന് സാന്റിയാഗോക്ക് തോന്നുന്ന അവസ്ഥയിലായിരുന്നു. എന്തായാലും അപകടം സംഭവിച്ചിട്ടില്ല എങ്കിൽ തൻ്റെ ജീവൻ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ നിന്നാണ് സാന്റിയാഗോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. നാളെ യുദ്ധം നടന്നില്ല എങ്കിൽ തൻ്റെ ജീവൻ എടുക്കുന്ന അവസ്ഥയുണ്ട്. എങ്കിലും ധീരമായിക്കൊണ്ട് സാന്റിയാഗോ മുന്നോട്ട് പോകുന്നു. ആ പോകുമ്പോഴാണ് ഒരു കുതിരപ്പുറത്തൊരാൾ ഓടി വരികയും ചവിട്ടി മറിച്ചിടുകയും ചാടിയിറങ്ങി അദ്ദേഹത്തിൻ്റെ വാള് ഉരിയിട്ട് സാന്റിയാഗോയുടെ നെറ്റിയിൽ വെച്ചിട്ട് സാന്റിയാഗോയോട് ചോദിക്കുകയാണ്, ആർക്കാണ് ഇത്ര ധൈര്യമുള്ളത്? കഴുകന്മാരുടെ ചലനം നിരീക്ഷിച്ചുകൊണ്ട് ഭാവി പറയാൻ മാത്രം ധൈര്യം ആർക്കാണ് അവിടെ ഉള്ളത്? ഇത് വല്ലാത്തൊരു ചോദ്യമാണ്. സാന്റിയാഗോ ഞെട്ടിപ്പോയി. ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ ഇത്രമാത്രം അപകടത്തിലാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സാന്റിയാഗോ സർവ്വധൈര്യവും സംഭരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ഞാനാണ്. വീണ്ടും, നീ എന്തിനാണ് അതിന് തുനിഞ്ഞത്? സാന്റിയാഗോ പറയുന്നുണ്ട്, ഈ മരുപ്പച്ചയിലെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു അപകടം വരുന്നു എന്നറിഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമാണുള്ളത്. അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. പല ചോദ്യങ്ങളും ചോദിച്ചു. സാന്റിയാഗോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, നേരിടാൻ വരുന്ന കൊള്ളക്കാരായ പടയാളികളായ ആളുകളെ, ആ കഴുകന്മാരെയും അതുപോലെ എന്നെയും ഈ മരുപ്പച്ചയിലെ എല്ലാവരെയും ഒക്കെ സൃഷ്ടിച്ച ഒരാൾ തന്നെയാണ് എനിക്ക് ആ ഒരു സൂചന തന്നത്, ആ ഒരു സന്ദേശം നൽകിയത് എന്ന്. അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ കുത്തിവെച്ച വാള് പതുക്കെ ലൂസാവുകയാണ്. അദ്ദേഹം സാന്റിയാഗോനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ ധൈര്യം പരീക്ഷിക്കുകയായിരുന്നു. നിനക്ക് എത്രമാത്രം ധൈര്യമുണ്ട് എന്ന് നോക്കുകയായിരുന്നു. ആത്മധൈര്യമുള്ള ആളുകൾക്ക് മാത്രമേ പ്രകൃതിയിലെ സൂചനകളെ, ചലനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാളെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, നിനക്ക് ജീവനുണ്ടെങ്കിൽ, നാളെ നീ എന്നെ ഒന്നുകൂടെ മീറ്റ് ചെയ്യണം, ഒന്നുകൂടെ ഇവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ആ വന്ന ആള് തിരിച്ചു പോവുകയാണ്. സാന്റിയാഗോക്ക് വല്ലാത്തൊരു എനർജി ആയിരുന്നു ഉണ്ടായത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ സാന്റിയാഗോക്ക് ഫീൽ ചെയ്തു, എല്ലാം പ്രപഞ്ചത്തിലെ സർവ്വതും തൻ്റെ കൂടെയുണ്ട് എന്നൊരു തോന്നലൊക്കെ സാന്റിയാഗോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ധീരമായിട്ട് സാന്റിയാഗോ സംസാരിച്ചത്. പെട്ടെന്ന് സാന്റിയാഗോ നോർമൽ സാന്റിയാഗോ ആയി. സാന്റിയാഗോ ഇങ്ങനെ ആലോചിക്കുക, എനിക്ക് ഇവിടുന്ന് എത്ര ധൈര്യം വന്നത്, എങ്ങനെ എന്നെക്കൊണ്ട് ഇത് സാധിച്ചത്? എന്തായാലും നാളെ കാണാം എന്നുള്ള നിലക്ക് സാന്റിയാഗോ റൂമിലേക്ക് പോവാം. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. ഏകദേശം 2000-ഓളം പടയാളികളെ ഒരുക്കി മരുപ്പച്ചയുടെ പല ഭാഗങ്ങളിലും പടയാളികൾ ഇങ്ങനെ നിരന്നു നിന്നു. സ്ത്രീകളെയും കുട്ടികളെയും മരുപ്പച്ചയുടെ നടുഭാഗത്തുള്ള ഒരു ഏരിയയിലേക്ക് അവരെ മാറ്റുകയും ചെയ്തു. സ്ത്രീകളൊക്കെ പ്രാർത്ഥനയിലും മുഴുകി. ധീരന്മാരായ തങ്ങളുടെ കുടുംബാംഗങ്ങൾ, ആണുങ്ങൾ, അവർ യുദ്ധത്തിൽ ജയിക്കണമെന്നും പടയാളികളെ തുരത്താൻ കഴിയണം എന്നുമൊക്കെ അവർ പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്താണ് ഏകദേശം 500-ഓളം വരുന്ന ഒരു പടയാളികൾ ഈ മരുപ്പച്ചയിലേക്ക് അരിച്ചു കയറുകയും അവരെ ശക്തമായി നേരിടുകയും ആ വന്ന പടയാളികൾ ഏകദേശം എല്ലാവരെയും ഈ മരുപ്പച്ചയിലെ പടയാളികൾ കൊന്നൊടുക്കുകയും ചെയ്തു. സാന്റിയാഗോക്ക് വല്ലാത്ത സന്തോഷമായി.
കാരണം അതെങ്ങാനും നടന്നിട്ടില്ല എങ്കിൽ തൻ്റെ ജീവിതം അപകടപ്പെടും. അപ്പോൾ ഏതായാലും സന്തോഷിക്കാനുള്ള അവസ്ഥയായി. അങ്ങനെ ഒരു പടയാളി, ആ കൊള്ള സംഘത്തിൽ നിന്ന് ഒരു പടയാളിയെ മാത്രം ബാക്കിയാക്കിയിട്ട് ബാക്കി എല്ലാവരെയും കൊന്നൊടുക്കി. ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് അവർ ചോദ്യം ചെയ്യാണ്. നിങ്ങൾക്കറിയില്ലേ മരുഭൂമിയിലെ നിയമം? മരുഭൂമിയെ ആക്രമിക്കാൻ പാടില്ല, മരുപ്പച്ചയെ ആക്രമിക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയുന്നതല്ലേ, പിന്നെ എന്തിന് നിങ്ങൾ അതിന് തുനിഞ്ഞു? അപ്പോൾ അവർ പറയുന്നുണ്ട്, മരുപ്പച്ചയിൽ, മരുഭൂമിയിൽ യുദ്ധം നടക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുകയാണ് ഞങ്ങൾ. ആ പട്ടിണിയിൽ നിന്ന് രക്ഷ നേടാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് ഈ മരുപ്പച്ചയിൽ ഉണ്ടാകുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ മരുപ്പച്ച ആക്രമിച്ചത് എന്ന്. പലർക്കും ദയ തോന്നി, സങ്കടം തോന്നി. വിശപ്പുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് എന്ന്. പക്ഷെ അവർ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ അവിടെ തൂക്കിലേറ്റുന്നുണ്ട്. ശേഷം സാന്റിയാഗോക്ക് ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 ആള് കൊലപ്പെടുത്തുകയാണെങ്കിൽ അതിനൊരു സ്വർണ്ണ നാണയം എന്ന രൂപത്തിൽ സാന്റിയാഗോക്ക് കൈനിറയെ സമ്മാനങ്ങൾ ലഭിച്ചു. എല്ലാവരും സാന്റിയാഗോയെ പ്രശംസിച്ചു, ധീരനാണ് എന്ന് പറയുകയും ചെയ്തു. ആ സമയത്ത് അവിടുത്തെ മരുപ്പച്ചയിലെ തലവന്മാർ ചോദിക്കുന്നുണ്ട്, നീ ഇനി ഇവിടെ തന്നെ താമസിച്ചോ? നീ ഞങ്ങൾ കൂടെ കഴിയോ? ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഉപദേശം തരാൻ ഒരു ഉപദേഷ്ടാവായിട്ട് നിനക്കിവിടെ ജോലി തരാം എന്നൊക്കെ പറയുന്നുണ്ട്. സാന്റിയാഗോക്ക് വല്ലാത്ത സന്തോഷമായി. സാന്റിയാഗോ മനസ്സിലിങ്ങനെ സ്വപ്നം കാണുക, ഫാത്തിമയോടുമായിട്ടുള്ള കല്യാണം കഴിച്ച് ഇവിടെ ഇങ്ങനെ സുന്ദരമായി സുഖകരമായി ജീവിക്കാം. അതുകൊണ്ട് ഇത് തന്നെയാണ് ഞാൻ തേടി നടന്ന നിധി എന്ന് സാന്റിയാഗോ വിചാരിക്കുകയും അങ്ങനെ അവിടെ നിന്ന് സാന്റിയാഗോ തൻ്റെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ തലേ ദിവസം തീരുമാനിച്ച പോലെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വീണ്ടും ചെല്ലുക. അപ്പോഴാണ് സാന്റിയാഗോയുടെ മനസ്സിലിങ്ങനെ ഇതായിരിക്കും ആൽക്കമിസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ വീണ്ടും പോയി മീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തെ മീറ്റ് ചെയ്തുകൊണ്ട് അവരുമായി സംസാരിച്ചു, പല കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ സാന്റിയാഗോയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇനി എന്താ പരിപാടി? നീ നിൻ്റെ യാത്ര തുടരുകയല്ലേ, നിധി തേടിക്കൊണ്ട് യാത്ര പോവുകയല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, ഏയ് ഞാനിനി അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ നിധി അത് ഫാത്തിമയായിരുന്നു, ഈ മരുപ്പച്ചയായിരുന്നു, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ഇനി അതുമായിട്ട് ഞാനിവിടെ ജീവിക്കാനുള്ള പുറപ്പാടാണ്. അപ്പോൾ ആൽക്കമിസ്റ്റ് പറഞ്ഞു, അല്ല, ഇവിടെ നിന്ന് നിന്നെ ഗൈഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം എനിക്കുള്ളതാണ്, നീ നിൻ്റെ യാത്ര തുടരണമെന്ന്. സാന്റിയാഗോ പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, നിങ്ങൾ അന്വേഷിച്ച് വന്നത് വേറെ ആളാണ്, എൻ്റെ കൂടെയുള്ള ഇംഗ്ലീഷുകാരനാണ്, അവനെയാണ് നിങ്ങൾക്ക് വേണ്ടത്, എന്നെ അല്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഇംഗ്ലീഷുകാരൻ അന്വേഷിച്ചത് ആൽക്കമിസ്റ്റിനെയാണ്, പക്ഷെ ആൽക്കമിസ്റ്റ് അന്വേഷിക്കുന്നത് ധീരനായ സാന്റിയാഗോയെയാണ്. നമ്മൾ ഒരു കാര്യത്തോട് അടുക്കുമ്പോൾ അത് നമ്മോടടുക്കും എന്ന് പറഞ്ഞ പോലെ, നമ്മൾ റബ്ബോട് അടുക്കുകയാണെങ്കിൽ റബ്ബ് നമ്മോടടുക്കും എന്ന് പറഞ്ഞ പോലെ, നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ടല്ലോ, പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ടല്ലോ, തേടിയത് കാലിൽ ചുറ്റിയെന്ന്. അതുപോലെ നമ്മൾ എന്താണോ അന്വേഷിച്ച് നടക്കുന്നത് അത് നമ്മളെ തേടിക്കൊണ്ടിരിക്കുന്നു. ദാഹിക്കുന്നവൻ വെള്ളത്തെ അന്വേഷിക്കുമ്പോൾ ആ വെള്ളം ശരിക്ക് ദാഹിക്കുന്നവൻ അന്വേഷിക്കുന്നു. വിശക്കുന്നവൻ ഭക്ഷണം അന്വേഷിക്കുമ്പോൾ, അറിവ് തേടി പുറത്തിറങ്ങുമ്പോൾ അത് ആ തേടുന്നവനെ അന്വേഷിച്ചുകൊണ്ട് അതും കൂടെ വരുന്നു. അങ്ങനെ സംഗമിക്കുന്ന ഒരു ഘട്ടം. അവിടെയാണ് ആൽക്കമിസ്റ്റ് അന്വേഷിച്ച ധീരനായ ഒരാളെ, സാന്റിയാഗോയെ ആൽക്കമിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ആൽക്കമിസ്റ്റ് പറഞ്ഞു, നീ നിൻ്റെ യാത്ര തുടരണം. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും സാന്റിയാഗോ യെസ് പറഞ്ഞില്ല, പക്ഷേ സാന്റിയാഗോ അതിന് തയ്യാറായി. അപ്പോൾ ആൽക്കമിസ്റ്റ് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, യാത്രയ്ക്ക് വേണ്ടിയിട്ട് നിൻ്റെ ഒട്ടകത്തെ ഒഴിവാക്കി ഒരു കുതിരയെ വാങ്ങണം. ഒട്ടകം അതിങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്യും, പക്ഷേ അത് പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുണ്ട്. എന്നാൽ കുതിര അങ്ങനെയല്ല, കുതിര ചാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തളരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. അതുകൊണ്ട് നീ കുതിരയെ ആക്കണം. അങ്ങനെ സാന്റിയാഗോ ഒട്ടകത്തെ മാറ്റി വേറൊരു കുതിരയൊക്കെ സംഘടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം ആൽക്കമിസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലാം. ആൽക്കമിസ്റ്റ് പറയുന്നുണ്ട്, ഒരു പരീക്ഷണമാണുള്ളത്. ആദ്യം നമുക്കൊരു പരീക്ഷണമാണ്.
അപ്പോൾ സാന്റിയാഗോ ചോദിച്ചു, എന്താണ് പരീക്ഷണം? അപ്പോൾ പറഞ്ഞു, നീ ജീവനെ കണ്ടെത്തണം. ജീവനെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ സാന്റിയാഗോ ഓക്കെ, ഈ മരുപ്പച്ചയിൽ ഒരുപാട് ജീവികളുണ്ട്, അതിൽ കണ്ടെത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, മറിച്ച് ഈ മരുപ്പച്ചയിൽ നിന്ന് ഇറങ്ങിയിട്ട് മരുഭൂമിയിൽ ജീവനെ കണ്ടെത്തണം. വല്ലാത്തൊരു ടാസ്ക്കാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, അവരുള്ള ഏരിയയിൽ, അവർ നിൽക്കുന്ന സ്ഥലത്ത് അവർ പുലികളായിരിക്കും. ചില അധ്യാപകരൊക്കെ കുട്ടികളുടെ മുന്നിൽ ക്ലാസ് എടുക്കാൻ വളരെ ഉഷാറാണ്. എന്നാൽ ആ കുട്ടികളിൽ നിന്ന് മാറിയിട്ട് ഒരു നല്ലൊരു ഓഡിയൻസ് വരുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത വരും. ഇങ്ങനെ പല ആളുകളുണ്ട്. നന്നായിട്ട് സംസാരിക്കുന്ന ആളുകളാണ്, പക്ഷെ ഒരു ഓഡിയൻസിൻ്റെ മുന്നിലൊക്കെ നിന്ന് സംസാരിക്കണമെങ്കിൽ അവിടെ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അവരുള്ള ഏരിയയിൽ, അവരുടെ ഒരു കംഫർട്ട് സോണിൽ അവർ ഉഷാറായിരിക്കും. അതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടാവും. ഇതുപോലെ മരുപ്പച്ചയിൽ അന്വേഷിക്കാൻ എളുപ്പമാണ്, പക്ഷേ മരുപ്പച്ചയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മരുഭൂമിയിൽ ജീവനെ കണ്ടെത്തണം. ഇത് വല്ലാത്തൊരു ടാസ്ക്കാണ്. സാന്റിയാഗോ ഓക്കെ ഏറ്റെടുത്തു. എന്നിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ ആൽക്കമിസ്റ്റ് പറഞ്ഞു, സാന്റിയാഗോ മുന്നിൽ പോകണം. സാന്റിയാഗോൻ്റെ കുതിര മുന്നിൽ പോകുന്നു, ആൽക്കമിസ്റ്റ് പിന്നാലെ പോകുന്നു. ആൽക്കമിസ്റ്റിൻ്റെ ഒരു പരീക്ഷണമാണ് സാന്റിയാഗോക്ക് ഇതിന് കഴിയുമോ എന്നുള്ളത്. സാന്റിയാഗോ തൻ്റെ മനസ്സിലിങ്ങനെ ആലോചിക്കണം, മരുഭൂമിയെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. മരുഭൂമിയെക്കുറിച്ച് എന്നെക്കാൾ അറിയുന്നത് ഈ കുതിരക്കാണ്. അപ്പോൾ ജീവൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കുതിരക്കായിരിക്കും എന്നെക്കാൾ കഴിയുക. അതുകൊണ്ട് ആ ദൗത്യം ഞാൻ കുതിരയെ ഏൽപ്പിക്കുകയാണ്. സാന്റിയാഗോ കുതിരയുടെ കടിഞ്ഞാണ് ലൂസാക്കി പിടിച്ചു. കുതിര ഓടാൻ തുടങ്ങി. ഓടി 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 ഒരുപാട് ദൂരം പോയി. ആൽക്കമിസ്റ്റ് പിറകെ ഓടിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ കുതിര സ്ലോ ആകാൻ തുടങ്ങി. അങ്ങനെ സ്ലോ ആയി ഒരു സ്ഥലത്ത് കുതിര ചെന്ന് നിന്നു. സാന്റിയാഗോക്ക് ഉറപ്പായി കുതിരക്ക് സംഗതി മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ സാന്റിയാഗോ ആൽക്കമിസ്റ്റിനോട് പറഞ്ഞു, ഇവിടെ ജീവൻ്റെ സാന്നിധ്യമുണ്ട്. ആൽക്കമിസ്റ്റിന് വല്ലാത്തൊരു അത്ഭുതം തോന്നി. ഓ, ഇവൻ നല്ല കഴിവുള്ളവനാണ്, അവൻ അപാരമായ ബുദ്ധിയുള്ളവനാണ്. അങ്ങനെ സാന്റിയാഗോ തൻ്റെ കുതിരപ്പുറത്തുനിന്ന് ആൽക്കമിസ്റ്റ് പുറത്തിറങ്ങി. ആൽക്കമിസ്റ്റ് കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ആൽക്കമിസ്റ്റ് ചുറ്റുഭാഗം അങ്ങനെ നോക്കി. അവിടെ ഒരു മാളം കാണുന്നുണ്ട്. ആൽക്കമിസ്റ്റ് മാളത്തിൻ്റെ അടുത്തേക്ക് ചെന്നു, മാളത്തിലേക്ക് കൈയിട്ടു. ഇട്ട് കൈയിൻ്റെ ഇത്ര ഭാഗവും മാളത്തിലേക്ക് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മാളത്തിൽ നിന്ന് ഒരു ഉഗ്രൻ വിഷമുള്ള ഒരു പാമ്പിനെ പുറത്തെടുത്തപ്പോൾ സാന്റിയാഗോക്ക് വല്ലാത്ത പേടിയായി. സാന്റിയാഗോ പറഞ്ഞു, ഹേയ് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ സാന്റിയാഗോ ആൽക്കമിസ്റ്റിനോട് പറയുന്നുണ്ട്. എന്നിട്ട് സാന്റിയാഗോൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക, ഹേയ് ഇയാൾ ആ മാളത്തിലേക്ക് കൈയിട്ട ആളാണ്. മാളത്തിലേക്ക് കൈയിട്ടിട്ടാണ് പാമ്പിനെ പിടിച്ചു കൊണ്ടുവന്നത്. ഒരുപക്ഷെ പാമ്പ് കൊത്തിയിട്ടുണ്ടാവാം, പക്ഷേ അയാൾക്കൊരു പേടിയില്ല. ആ പേടിയില്ലാത്ത ആളോടാണ് ഞാൻ പേടിയെക്കുറിച്ച് പറയുന്നത്. ശരിക്കും പേടി എനിക്കല്ലേ ഉള്ളത്. സാന്റിയാഗോ തിരിച്ചറിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലേ. ഒരാളിങ്ങനെ മരത്തിൻ്റെ മുകളിൽ കയറുകയാണെന്ന് വിചാരിച്ചാൽ താഴെയുള്ള ആളിങ്ങനെ പറയും, പിടിക്കിട്ടോ, സൂക്ഷിക്കിട്ടോ. ശരിക്കും അയാൾ സൂക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു, പിടിക്കുന്നു ഒക്കെ ഉണ്ട്. അയാൾക്ക് ധൈര്യമുണ്ട്, കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ധൈര്യമില്ല. ഇത് ജീവിതത്തിൽ പലരെയും പരാജയപ്പെടുത്താനും സാധിക്കും ഈ ഒരു ചിന്ത കൊണ്ട്. അതായത് ഒരാളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അയാളോട് നമ്മുടെ മനസ്സിൽ പേടിയുണ്ടെങ്കിൽ ആ പേടി അയാളോട് പറയാം. പല ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഒരാൾ സജഷൻ ചോദിച്ചുകൊണ്ട് നമ്മളെടുത്ത് വരികയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള പേടിയാണ് നമ്മൾ ഷെയർ ചെയ്യുക. ഒരിക്കലും അങ്ങനെ ചെയ്തുകൊണ്ട് ഒരാളെ തളർത്തരുത്. നമുക്ക് അറിയില്ല എങ്കിൽ നമുക്ക് അറിയില്ല എന്ന് പറയാം. ഏതായാലും സാന്റിയാഗോ അവിടെ വലിയൊരു പാഠമാണ് തൻ്റെ മനസ്സിൽ ഉൾക്കൊള്ളുന്നത്. ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സാന്റിയാഗോ നിൽക്കുമ്പോൾ ആ ആൽക്കമിസ്റ്റ് പറയുന്നുണ്ട്, ഒരു റൗണ്ട് വരച്ചു, എന്നിട്ട് അതിലേക്ക് ഈ പാമ്പിനെ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി അതങ്ങോട്ടും പോകില്ല, അതവിടെ നിന്നോളൂ. സാന്റിയാഗോനോട് പറഞ്ഞു, നീ വിജയിച്ചിരിക്കുന്നു, ഈ പരീക്ഷണത്തിൽ നീ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി നിനക്ക് ധൈര്യമായിട്ട് നിൻ്റെ യാത്രയുമായി മുന്നോട്ട് പോകാം. അങ്ങനെ അവർ മരുപ്പച്ചയിലേക്ക് തിരിച്ചു വരിക. മരുപ്പച്ചയിലേക്ക് തിരിച്ചു വന്ന് സാന്റിയാഗോയോട് ഇദ്ദേഹം പറയുന്നുണ്ട്, നീ ജീവിതത്തിൽ പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഏറെക്കുറെ എല്ലാ പാഠങ്ങളും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കിനി നിധി കാണിച്ചു തരാം എന്നുള്ള ഉത്തരവാദിത്വം എൻ്റെതാണ്. നിധിയുള്ള സ്ഥലം ഞങ്ങൾ നിനക്ക് കാണിച്ചു തരാം. അതുകൊണ്ട് നീ ഇനി
പോകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, ഏയ് ഞാനെല്ലാം പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് ഈ ലോഹങ്ങൾ ഉരുക്കിയിട്ട് സ്വർണ്ണം ഉണ്ടാക്കുന്ന വിദ്യയൊന്നും എനിക്കറിയില്ല, അതൊക്കെ എനിക്ക് എപ്പോഴാണ് പഠിപ്പിച്ചു തരാം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. ഇദ്ദേഹം നിനക്ക് യാത്ര തുടരാം എന്ന് പറഞ്ഞു. അങ്ങനെ സാന്റിയാഗോ ധീരമായ ഒരു തീരുമാനം എടുത്തിട്ട് യാത്ര തുടരാൻ തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വല്ലാത്ത അസ്വസ്ഥത. തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയുള്ള ഈ മരുപ്പച്ച വിട്ടു പോവുകയാണ്. അവന് അന്ന് രാത്രി ഉറക്കം വരാതെ കിടക്കുന്ന സമയത്ത് ആ ഫാത്തിമയോടൊരു യാത്രയെങ്കിലും പറയണം എന്നവൻ ആലോചിക്കുക. ഫാത്തിമയുടെ വീട് ഏതാണ് എന്നവൻ അറിയില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് കുറച്ച് പൈസ കൊടുത്തുകൊണ്ട്, പാരിതോഷികം നൽകിക്കൊണ്ട് ഫാത്തിമയുടെ വീട് കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നുണ്ട്. 2 ആടിനെ വാങ്ങാനുള്ള പൈസ അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഫാത്തിമയുടെ വീട് കണ്ടെത്തുകയും ആ വീട്ടിൽ പോയി ഫാത്തിമയോട് തൻ്റെ യാത്രയെക്കുറിച്ച് പറയുകയും ചെയ്തു. ഫാത്തിമ പറഞ്ഞു, തീർച്ചയായും താങ്കൾ മുന്നോട്ട് പോകണം, താങ്കളുടെ യാത്രയിൽ നിധി തേടിക്കൊണ്ട് മുന്നോട്ട് പോകണം, അത് കണ്ടെത്തി ധീരമായി തിരിച്ചു വരണം, ഞാൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മനം പൊട്ടി കരഞ്ഞുകൊണ്ട് സാന്റിയാഗോയും ഫാത്തിമയും വേർപിരിയുകയാണ്. പിറ്റേ ദിവസം രാവിലെ സാന്റിയാഗോ പുറപ്പെട്ടു, തൻ്റെ യാത്രയിലേക്ക് പുറപ്പെടാം. ആൽക്കമിസ്റ്റിൻ്റെ കൂടെയാണ് യാത്ര. ആൽക്കമിസ്റ്റ് മുന്നിലും സാന്റിയാഗോ പിന്നിലുമായിട്ട് യാത്ര തുടരുക. ആ യാത്രയിൽ പ്രത്യേകിച്ച് സംസാരങ്ങളൊന്നുമില്ല. നേരത്തെ മരുഭൂമിയിൽ പ്രവേശിച്ച പോലെ മരുഭൂമിയുടെ ആ ഒരു സൈലൻസിൽ അവരിങ്ങനെ സൈലൻ്റായിട്ട് യാത്ര തുടരുകയാണ്. യാത്രയിൽ അവർക്ക് വേണ്ട ഭക്ഷണം ആൽക്കമിസ്റ്റിൻ്റെ കയ്യിലുള്ള ആ ഒരു കഴുകൻ അത് പറന്നുപോയി എന്തെങ്കിലും മുയലിനെയോ മറ്റോ പിടിച്ചു കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുകയും അതിനങ്ങനെ ഭക്ഷിച്ചുകൊണ്ട് അവർ വെള്ളവും കുടിച്ച് അവരുടെ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു ഭാഗത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നുണ്ട്, എന്നാലും ഇനി യുദ്ധമൊന്നും ഒരു പ്രശ്നമല്ല, ആൽക്കമിസ്റ്റ് കൂടെ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് സാന്റിയാഗോ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഏകദേശം 7 ദിവസം അവർ യാത്ര ചെയ്തു. 7ാമത്തെ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൽക്കമിസ്റ്റ് സാന്റിയാഗോട് പറയുന്നുണ്ട്, ഇനി നീ നിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം കൂടെ പഠിക്കാനുള്ളൂ. സാന്റിയാഗോ ആകാംക്ഷയോടുകൂടി എന്താണത് എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇനി നീ നിൻ്റെ ആത്മാവിനെ ശ്രദ്ധിക്കണം, നീ നിൻ്റെ ആത്മാവിനെ കേൾക്കണം. സാന്റിയാഗോ ഇങ്ങനെ ആലോചിക്കും, ആത്മാവിനെ കേൾക്കുകയോ, അതെങ്ങനെ എന്നുള്ള നിലക്ക് സാന്റിയാഗോ ഇങ്ങനെ നിൽക്കണം. മാത്രമല്ല സാന്റിയാഗോ പെട്ടെന്ന് ഒരു കണക്ഷൻ കിട്ടുന്നുണ്ട്. പണ്ട് തൻ്റെ നിധിയെക്കുറിച്ചുള്ള സ്വപ്നം കണ്ടപ്പോൾ ആ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഒരു ജിപ്സി തള്ളയുടെ അടുത്ത് പോയിരുന്നു. അന്ന് അവർ പറഞ്ഞു, കൈ നോക്കിക്കൊണ്ടൊന്നും ഇത് പറയാൻ കഴിയില്ല, ശരിക്കും നിധിയുള്ള സ്ഥലം അത് നിൻ്റെ മനസ്സിനെ അറിയുള്ളൂ, നിനക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുമായിട്ട് സാന്റിയാഗോ ഇതിനിങ്ങനെ കണക്ട് ചെയ്യാണ്. ആത്മാവ് സംസാരിക്കുന്നു, അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും. ഏകദേശം അന്ന് ജിപ്സി തള്ള പറഞ്ഞപ്പോൾ അതൊരു വെറും വാക്കായിട്ടും അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്, അവർക്കത് കഴിയില്ലാത്തതുകൊണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു സാന്റിയാഗോക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് സാന്റിയാഗോ ഒരുപാട് വളർന്നു. സാന്റിയാഗോയുടെ ചിന്താതലവും സാന്റിയാഗോയുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആൽക്കമിസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ അത് സാന്റിയാഗോക്ക് വല്ലാത്തൊരു അത്ഭുതമായ ഒരു വാക്കായിട്ട് സാന്റിയാഗോക്ക് ഫീൽ ചെയ്യാണ്. സാന്റിയാഗോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ആരാണ്? സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലൊക്കെ പറയും എൻ്റെത് 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 എന്ന് പലതും പറയാറുണ്ട് അല്ലേ? ഈ എൻ്റെത് എന്ന് പറയുന്ന ആ സാധനങ്ങൾ നമ്മളിൽ നിന്നൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൈ എന്ന് പറയുന്നു, ഈ കയ്യിനെ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഞാനിവിടെയും അത് കൈ മാത്രമായി മാറും അല്ലേ? ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഇങ്ങനെ എടുത്താൽ അത് എൻ്റെത് 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 എന്ന് പറയാം. പക്ഷേ എൻ്റെതെന്ന് പറയുമ്പോഴും ഈ ഞാൻ ആരാണ്? അങ്ങനെ ഓരോ അവയവത്തെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം തീർന്നു. എല്ലാം തീർന്നാലും ഈ ഞാൻ ആരാണ് എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവിടെ നിൽക്കും. സാന്റിയാഗോക്ക് വല്ലാത്ത അത്ഭുതമായി. സാന്റിയാഗോയുടെ മനസ്സിൽ ഈ ചോദ്യം ഇങ്ങനെ കളിക്കുകയാണ്, ഞാൻ ആരാണ്? സ്വാഭാവികമായിട്ടും ഒരു ശില്പം ഉണ്ടാകുന്നത് കല്ലിൽ നിന്നാണ്. ആ കല്ലിൽ ആവശ്യമില്ലാത്തതിനെ ചെത്തിക്കളയുമ്പോഴാണ്
ആ കല്ലിൽ നിന്ന് ഒരു ശില്പം ഉണ്ടാകുന്നത്. ഒരു മനുഷ്യൻ അവൻ യഥാർത്ഥ മനുഷ്യനാകുന്നത് അവൻ്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങൾ അതിനെയൊക്കെ ചെത്തി മാറ്റുമ്പോഴാണ് ഏറ്റവും പ്യുവറായി മാറുന്നത്. അങ്ങനെ ഒരാൾ പ്യുവറായി മാറിക്കഴിഞ്ഞാൽ അയാൾക്ക് തൻ്റെ ആത്മാവിൻ്റെ സംസാരം കേൾക്കാൻ സാധിക്കും. അതിനാണ് നമ്മൾ ആത്മാർത്ഥത എന്ന് പറയുന്നത്. ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ ഗ്രഹിക്കണം, കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും ആത്മാർത്ഥത? ആത്മാവിൻ്റെ അർത്ഥം, എൻ്റെ അർത്ഥമല്ല, ആത്മാവിൻ്റെ അർത്ഥം ചേരുമ്പോഴാണ് അത് ആത്മാർത്ഥത എന്ന രൂപത്തിലേക്ക് എത്തുന്നത്. അതായത് നമ്മൾ നിർവഹിക്കുന്ന കാര്യങ്ങൾ അത് ആത്മാവിൻ്റെ അർത്ഥതലത്തിലേക്ക് എത്തുമ്പോഴാണ് അത് പൂർണ്ണമാകുക. അതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയും നമ്മുടെ ആത്മാർത്ഥതയും അല്ലെങ്കിൽ ആത്മാവും പ്രാർത്ഥനയും കൂടി ചേരുമ്പോഴാണ് ആത്മാർത്ഥമായ പ്രാർത്ഥനയാവുന്നത്. നമ്മുടെ പ്രാർത്ഥനകളിലും ഒക്കെ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ആത്മാർത്ഥതയെക്കുറിച്ച് സാന്റിയാഗോ അവിടെ തിരിച്ചറിയുകയാണ്. ഇനി തൻ്റെ യാത്രയിൽ താൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട്, ഒന്നുകൂടെ പഠിക്കേണ്ട ഒരു കാര്യമായിട്ട് ആൽക്കമിസ്റ്റ് സാന്റിയാഗോയോട് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് ഈ ആത്മാർത്ഥത.